സാറേ, കണ്ണൂർ എം പിയും KPCC പ്രസിഡന്റുമായ സുധാകരൻ, കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ രണ്ടുപേരും കൂടോത്രത്തെ അടക്കം പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. ഇത് ജനങ്ങൾക്കിടയിൽ, അതായത് അവരെ തിരഞ്ഞെടുത്ത ജനങ്ങളുണ്ടല്ലോ, അവർക്കിടയിൽ, പാർട്ടിയുടെ അണികൾക്കിടയിൽ ഒക്കെ തെറ്റായ ഒരു സന്ദേശമല്ലേ പകരുന്നത്? തീർച്ചയായിട്ടും അവർ ജനപ്രതിനിധികളെന്ന നിലയിൽ അങ്ങനെ കൂടോത്രം, അഭിചാരക്രിയ തുടങ്ങിയ ശാസ്ത്രീയമായ കാര്യങ്ങളെ ന്യായീകരിക്കാൻ പാടില്ലായിരുന്നു. കാരണം വ്യക്തിപരമായി അവരെന്തിലോ വിശ്വസിക്കട്ടെ, പക്ഷേ അവർക്ക് വോട്ട് ചെയ്തവരും അവരിൽ വിശ്വാസം അർപ്പിച്ചവരുമായ അവരുടെ ആരാധകരും അവരുടെ പിന്തുണക്കാരും ആയിട്ടുള്ള മനുഷ്യർ ഇവർ കൊടുക്കുന്ന ഈ തെറ്റായ പിൻബലം, അഭിചാരക്രിയകളെ ന്യായീകരിക്കൽ അതീവ ഗുരുതരവും അപകടകരവുമാണ്. മാത്രമല്ല, ഇവർ MP-മാരെന്ന നിലയിൽ, ലോക്സഭയിലെ അംഗങ്ങളെന്ന നിലയിൽ, നിയമനിർമ്മാണ സഭയിൽ ശാസ്ത്രീയമായ തീരുമാനങ്ങളെടുക്കാൻ ബാധ്യസ്ഥരാണ്. നിയമനിർമ്മാണത്തിന് ഉത്തരവാദിത്തപ്പെട്ട ആളാണ് അവർ. ലോ മേക്കേഴ്സ് എന്നാണ് അവരെ വിളിക്കുന്നത്. നിയമനിർമ്മാതാക്കളാണ്. ഇവരെ നയിക്കുന്ന ഇത്തരം വിശ്വാസങ്ങളാണെങ്കിൽ അവരുടെ നിയമനിർമ്മാണത്തിൻ്റെ സാധുത പോലും നമ്മൾ ചോദ്യം ചെയ്യണം. അതുകൊണ്ട് പാർലമെൻറ്റ് അംഗങ്ങളെന്ന നിലയിൽ ഈ രണ്ടുപേർക്കും തലസ്ഥാനത്ത് തുടരാൻ യാതൊരു അർഹതയും ഇല്ല. ധാർമ്മികമായ യാതൊരു അർഹതയും ഇല്ല എന്നത് പോട്ടെ, നിയമപരമായി പോലും അർഹതയില്ല. അവർ അന്ധവിശ്വാസവുമായിട്ട് അവർ പോയി അവരുടെ വീട്ടിൽ ജീവിക്കട്ടെ, അവരുടെ നാട്ടിൽ പോയി കഴിയട്ടെ. പാർലമെൻറ്റ് അംഗങ്ങൾ എന്ന നിലയിൽ അവർക്ക് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവണമെന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാജ്യത്തുള്ള എല്ലാ ജനങ്ങളോടും ശാസ്ത്രാഭിമുഖ്യം വളർത്തണം എന്ന് ഉപദേശിച്ച നേതാവാണ്. ഇപ്പോൾ ഉണ്ണിത്താനും സുധാകരനും കണക്കെടുത്താൽ നെഹ്റു അവർക്ക് ആരാണ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നിലപാടുകളെയും വിശ്വാസങ്ങളെയും ഇവർ തള്ളിപ്പറയുകയാണോ അതോ ന്യായീകരിക്കുകയാണോ? ഒരു അർഹതയുമില്ല. രണ്ടുപേരും രാജിവെച്ചിട്ട് അവിടുത്തെ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. സാർ, ഒരു സംശയം ചോദിച്ചാലേ, ഇവർ സത്യത്തിൽ ഈ സത്യപ്രതിജ്ഞയുടെ ഒരു ലംഘനമാണ് നടത്തിയതെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെയും പറഞ്ഞൂടെ? ആഭിമുഖ്യം പുലർത്താമെന്നും ശാസ്ത്രീയ ബോധം നിലനിർത്താമെന്നും ജനങ്ങളെ അതിന് ആ തരത്തിൽ നയിക്കാമെന്നും പ്രതിജ്ഞാബദ്ധരാണ് അവർ. എന്നിരിക്കെയാണ് അഭിചാരക്രിയ, കൂടോത്രം എന്നൊക്കെ പറയുന്ന അന്ധവിശ്വാസത്തെ ഇവർ ന്യായീകരിച്ചത്, അതിനെ മുറുകെ പിടിച്ചത്. അത് ജനങ്ങൾക്ക് നൽകുന്നത് വളരെ പ്രാകൃതമായൊരു മെസ്സേജാണ്, വളരെ പ്രാകൃതമാണ്. ഏത് പാർട്ടിയിലുള്ളവരായാലും അല്ലെങ്കിൽ ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരായാലും അവർക്ക് അവരുടേതായ വിശ്വാസം കാത്തു സൂക്ഷിക്കാം. അമ്പലത്തിൽ പോകാം, പൂജകൾ നടത്താം, കുടുംബമൊത്ത് സമയം ചെലവഴിക്കാം. അതൊക്കെ പോലെയാണോ ഇത്? അല്ല, അമ്പലത്തിൽ പോകുന്നതും ദൈവാരാധന പുലർത്തുന്നതും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വിലക്കൊന്നുമില്ലല്ലോ ഇവിടെ. അതുപോലെ അല്ലല്ലോ ഇത്. ദൈവവും വിശ്വാസവും തമ്മിൽ ഈ കൂടോത്രത്തിന് എന്താ ബന്ധം? കൂടോത്രത്തെ ഏത് തരത്തിലാണ് അവർ ന്യായീകരിക്കുന്നത്? എന്താണ് ഈ കൂടോത്രം എന്ന് പറയുന്നത്? അത് ജീവിക്കാൻ വേണ്ടി ചില ആളുകൾ കാണിക്കുന്ന ചെപ്പടി വിദ്യയല്ലേ? വിവരശൂന്യരും ബോധശൂന്യരും വിദ്യാഭ്യാസമില്ലാത്ത ആളുകളുമായ മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി ആരോ ഉണ്ടാക്കി വെച്ച ചില ഏർപ്പാടുകളല്ലേ കൂടോത്രം? ഇതിനെ ഒരു MP പരസ്യമായി ന്യായീകരിക്കുക, അതിൽ നിന്ന് തൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് ദൈവകൃപ കൊണ്ടാണെന്ന് പറയുക, ഞാനതിൽ വിശ്വസിക്കുന്നു എന്ന് വേറൊരു ജനപ്രതിനിധി പറയുക. ഈ രണ്ട് നേതാക്കളും യാതൊരു തരത്തിലും അവരവരിപ്പോൾ വഹിക്കുന്നു എന്ന് പറയുന്ന സ്ഥാനത്ത് തുടരാൻ യോഗ്യരല്ല. പുതിയ കാലഘട്ടത്തിലെ ആളുകളുണ്ടല്ലോ, അപ്പോൾ യുവാക്കൾ, ചെറുപ്പക്കാർ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കളാണ് ഇവർ. അപ്പോൾ ഇവരുടെ വായിൽ നിന്ന് വീഴുന്ന അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ നിലപാടുകൾ ഈ പുതിയ നൂറ്റാണ്ടിന് ചേർന്നതാണോ? വിദ്യാഭ്യാസം ചെയ്യുന്ന ഒരാളും ഇത് ചെയ്യാൻ പാടില്ല. ഇവർക്ക് കിട്ടിയ വിദ്യാഭ്യാസത്തിൻ്റെ തകരാറാണിത്. ഇവർ ഏത് സ്കൂളിലാണ് പഠിച്ചത്? എന്ത് ബോധമാണ് ഇവർക്കുള്ളത്? കമ്മ്യൂണിസ്റ്റുകാർ ദൈവത്തെ തള്ളി പറയുന്നത് പോലെയല്ല ഇത്. യുക്തിചിന്ത എന്ന് പറയുന്നത് എന്താണ്? കൂടോത്രം, മന്ത്രവാദം, ഇതുപോലെയുള്ള കാര്യങ്ങൾ അത് ശാസ്ത്രീയമായ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി ഇത് തട്ടിപ്പാണെന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. എത്രയോ ആളുകൾ ഇതിനു വേണ്ടി ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആരെയോ, ഈ സുധാകരനെ ഭയപ്പെടുത്താൻ വേണ്ടി ആരോ കാണിച്ചതാണ്. അതിൽ അദ്ദേഹം വിശ്വസിക്കുകയും അതിൽ നിന്ന് തനിക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ദൈവകൃപ കൊണ്ടാണെന്ന് പറയുകയും ചെയ്യുക വഴി കോൺഗ്രസ് നേതാവായ നെഹ്റുവിൻ്റെ ശാസ്ത്രാഭിമുഖ്യം വളർത്തണമെന്ന അഭിപ്രായത്തെ ഇവരെങ്ങനെ കാണും? നെഹ്റുവിനെ പോലെയുള്ള യുക്തി ചിന്ത പുലർത്തിയ നേതാക്കൾ, നെഹ്റു മുതൽ AK ആൻ്റണി വരെയുള്ള നേതാക്കൾ, സുധാകരൻ മുതൽ
ഉണ്ണിത്താൻ വരെയുള്ള നേതാക്കളും എങ്ങനെയാണ് നമ്മൾ താരതമ്യപ്പെടുത്തുക? ഈ കോൺഗ്രസിൻ്റെ നേതൃത്വമൊക്കെ എന്ത് അബദ്ധങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ഇവർ ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശവും എന്താണ്? ഇതിനെപ്പറ്റി എ കെ ആൻ്റണി മൗനം പാലിക്കരുത്. സുധാകരൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അദ്ദേഹം ആ നിലയിൽ ചിലപ്പോൾ നല്ല സംഘാടകനും നല്ല നേതാവുമായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്ത് വെളിച്ചമില്ല. അദ്ദേഹം ഇപ്പോഴും ഏതോ ഒരു പ്രാകൃത യുഗത്തിലാണ് ജീവിക്കുന്നത്. കൂടോത്രത്തെ ന്യായീകരിക്കുന്നു. അതൊട്ടും ഭംഗിയല്ല. വ്യക്തിപരമായി സുധാകരൻ അങ്ങനെ വിശ്വസിക്കുന്നതിന് നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ജനപ്രതിനിധി എന്ന നിലയിൽ നിയമനിർമ്മാണ സഭയിൽ ഇത്തരം വിശ്വാസവുമായി പോയിരിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് ആ തെറ്റ് അദ്ദേഹം തിരുത്താനൊന്നും ഇടയില്ല. കാരണം ഇതൊരു വിശ്വാസമാണ്. വിശ്വാസത്തിന് യുക്തിയില്ല. അത് മാറാൻ പോകുന്നില്ല. അദ്ദേഹം കുറഞ്ഞ പക്ഷം MP സ്ഥാനം രാജിവെച്ചിട്ട് കൂടോത്രം സത്യമാണെന്ന് തെളിയിക്കാൻ രംഗത്ത് വരട്ടെ രണ്ടുപേരും. അതുകൊണ്ട് എനിക്ക് വയനാടിനോടൊപ്പം തന്നെ കാസർഗോഡും കണ്ണൂരും ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് എൻ്റെ നിർദ്ദേശം. സാർ, ഈ യുക്തിസഹജമല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതിനെയൊക്കെ എതിർക്കാൻ അല്ലെങ്കിൽ അത് തുറന്നു കാണിക്കാൻ നേരത്തെ ആളുകൾ വരുമായിരുന്നു. ശാസ്ത്രാവബോധമുള്ള കൂടുതൽ ആൾക്കാർ, യുക്തിവാദികൾ, ഇവരൊക്കെ എന്താ ഇപ്പം മൗനം പാലിക്കുന്നത്? അത് ഒന്ന്, ജനങ്ങളിൽ ഇത്തരം ഒരുപാട് വിശ്വാസമുണ്ടെന്ന് തെറ്റിദ്ധാരണ. അവർ അൺപോപ്പുലറാകുമെന്ന ഭയം. കാരണം കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനങ്ങൾ തന്നെ അയുക്തികമായ ഒരു സംഘടനയാണ് ഇന്ന്. കാരണം അതിൽ പല തരം ഗ്രൂപ്പുകളും അവാന്തര വിഭാഗങ്ങളും പരസ്പരം പോരടിക്കുന്ന നേതാക്കളും അന്യോന്യം അംഗീകരിക്കാത്ത നിലപാടുകളൊക്കെ ഉള്ളവരാണ്. പക്ഷേ ഇപ്പോൾ സഹോദരൻ അയ്യപ്പനെ പോലെയുള്ള യുക്തിചിന്തയുടെ പ്രണേതാക്കൾ കേരളത്തിൽ യുക്തിഭദ്രമായ സാമൂഹ്യ ജീവിത പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് അനുശാസിച്ച മനുഷ്യർ, അവർ അവശേഷിപ്പിച്ചിട്ടുള്ള വലിയൊരു പാരമ്പര്യമുണ്ട്. അത് മനുഷ്യനെ ശാസ്ത്രാഭിമുഖ്യം വളർത്താനും യുക്തിബോധത്തോടെ ജീവിക്കുവാനും അവനിൽ തന്നെ ആത്മവിശ്വാസം ഉണ്ടാക്കുവാനും ഉപകരിച്ചതാണത്. ഈ ആത്മവിശ്വാസം നഷ്ടപ്പെടത്തില്ലേ? സിനു ഒരു കൂടോത്രം ചെയ്ത് എന്നെ നശിപ്പിക്കുമെന്ന ബോധമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എങ്ങനെ ഒരു സുഹൃത്തിനെ പോലെ ഇരിക്കും? അങ്ങനെ പരസ്പരം ഭയന്ന് കഴിയുന്ന ഒരു സമൂഹമായി മാറില്ലേ? ഉള്ളിൽ ഭയവും പുറമേ ചിരിയും വായിക്കുന്നത്. ഇതൊരു വലിയൊരു കപട ലോകമല്ലേ അത്? അപ്പോൾ ഈ കൂടോത്രം എന്ന് പറയുന്നതും ഈ മന്ത്രവാദം എന്ന് പറയുന്നത് ഒരു കാപട്യമാണ്. അല്ലെങ്കിൽ അത് തന്നെ സയൻറ്റിഫിക്കായിട്ട് ഒരു ലബോറട്ടറിയിൽ തെളിയിക്കട്ടെ. അതിന് സമൂഹം എന്ന പരീക്ഷണശാലയിൽ ഇതിനെ തെളിയിക്കട്ടെ ഒരാൾ. സുധാകരനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം വന്നത് തെളിയിക്കട്ടെ. അല്ല, അതിന് ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു സയൻസ് ഉണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ. അത് ലോകോത്തരമായി അംഗീകരിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ വേറൊരാൾ വിചാരിച്ചാൽ നമ്മളെ ഒരു ദുർമന്ത്രവാദം കൊണ്ട് നമ്മളെ അസ്തമിപ്പിക്കാൻ പറ്റുമെങ്കിൽ എന്നാണ്. എന്നാൽ ഉക്രൈൻ വാർ അങ്ങനെയൊന്ന് അവസാനിപ്പിക്കട്ടെ ഇവർ. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയല്ലേ ഇന്ത്യയിലെ ഭീകരപ്രവർത്തനം. കൂടോത്രം വഴി പരിഹരിക്കാവുമെന്ന് നോക്കട്ടെ. അപ്പോൾ ഇതൊക്കെ 10-60 വർഷം മുമ്പ് സാംബശിവനെ പോലെയുള്ളവർ കഥാപ്രസംഗത്തിലൂടെ അന്ധവിശ്വാസത്തിനെതിരെ എത്ര പാടുകയും പറയുകയും ചെയ്തതാണ്. പക്ഷേ എന്നിട്ട് ഇനിയും എല്ലാം പ്രാകൃത യുഗത്തിലേക്ക് മടങ്ങിപ്പോകുന്ന മനസ്സുമായി പാർലമെൻറ്റിൽ പോയിരുന്ന നിയമം എന്ത് തരം നിയമമായിരിക്കും ഇവരുണ്ടാക്കാൻ പോകുന്നത്? ഷെയിം തോന്നില്ലേ നമുക്ക്? പ്രബുദ്ധ കേരളത്തിൻ്റെ പ്രതിനിധികൾ കൂടോത്തരത്തിൻ്റെ പ്രണേതാക്കളാണെന്ന് പറയുന്നത്. മറ്റുള്ളവരൊക്കെ എങ്ങനെയായിരിക്കും ഇവരെ കാണുന്നത്? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവർ ഈ രണ്ട് പാർലമെൻറ്റിന് പ്രതിനിധികളായിരിക്കാൻ യോഗ്യരല്ല. അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ചോ അവരുടെ മറ്റ് യോഗ്യതയില്ലായ്മയെക്കുറിച്ചോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ബാക്കി എല്ലാ കാര്യത്തിലും അവർ ഒന്നാം തരമായിരിക്കും, മികച്ചവരായിരിക്കും, നല്ല സംഘാടകരായിരിക്കും, വാചാലരാണ്, നല്ല പ്രതിഭയുള്ള നേതാക്കളാണ്. ബട്ട് അവരുടെ വിശ്വാസവും അവരുടെ വിദ്യാഭ്യാസവും വളരെ പരിമിതമാണ്. അത് പ്രാകൃതവുമാണ്. സാർ, അവരുടെ വിശ്വാസങ്ങൾ രക്ഷിക്കുകയാണെങ്കിൽ ഇപ്പം കണ്ണൂരിൽ MP ആയി അല്ലെങ്കിൽ കാസർഗോഡ് MP ആയി, ഇവർ രണ്ടുപേരും ഞാൻ ഇന്ന ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന മൂർത്തിയെ ആരാധിച്ചുകൊണ്ട് ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് തിങ്കിങ് ആയിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ ഇവിടെ നെഗറ്റീവ് തിങ്കിങ് ആണ് വരുന്നത്. അതായത് കൂടോത്രം വെച്ചുകൊണ്ട് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ അതുകൊണ്ട് ഇവർ ഇലക്ഷന് പരാജയപ്പെട്ടില്ലല്ലോ. അപ്പോൾ ഇത്തരം ഒരു തെറ്റായ സന്ദേശം പകർന്നു നൽകുന്നു. എന്തുകൊണ്ട് കോൺഗ്രസിലെ യുവ തുർക്കികൾ എന്നറിയപ്പെടുന്ന യുവാക്കളായ കുറേ നേതാക്കളില്ലേ, അവർക്ക് തുറന്നു പറയാൻ ധൈര്യമില്ലാത്തത്? അല്ല, അത് ഈ സംഘടനകളിലൊക്കെ തൻ്റെ ഇടവും നാട്ടിലുള്ള എത്ര പേരുണ്ട്?
ഈ നേതാവിൻ്റെ ഉത്തരീയം താങ്ങികളും പെട്ടിനോടുകാരുമായി നേതൃത്വത്തിലേക്ക് ഭാഗ്യാന്വേഷികളെ പോലെ വരുന്നവർ, അവർക്ക് ഒരു നേതാവ് വഴിവിട്ട് സഞ്ചരിക്കുമ്പോൾ വിരൽ ചൂണ്ടി നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും തെറ്റാണ് എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? പണ്ടുണ്ടായിരുന്നു, കോൺഗ്രസ്സിൽ അങ്ങനെയൊക്കെയുള്ള ഒരു നേതൃപാരമ്പര്യം ഉണ്ടായിരുന്നു. KPCC പ്രസിഡൻ്റ് R. ശങ്കർക്കെതിരെ സംസാരിച്ച് പ്രവർത്തിച്ചു വന്ന ആളാണ് വയലാർ രവി. മിസ്റ്റർ ശങ്കർ എന്ന് ആയിരുന്നു അദ്ദേഹം അഭിസംബോധന ചെയ്തത്. യുവ നേതാവായ ആയിരുന്നപ്പോൾ തിരുത്താൻ പറഞ്ഞിട്ടുണ്ട്. അത്തരം തൻ്റെടികളുടെ കാലമൊക്കെ പോയെന്നേ. ഇത് ഭിക്ഷാന്തേകികളും ആശ്രിത വത്സലന്മാരുടെയും കാലമാണ്. സാർ, ഇവരുടെ തന്നെ കൊച്ചുമക്കളടക്കം ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കളായ ആളുകൾ ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ എന്തായിരിക്കും ഇത് മനസ്സിലായി? കൂടോത്രം, അച്ഛ അമ്മ ഇതെന്താണെന്നൊക്കെ ചോദിക്കുന്നു. ചെമ്പ് തകിട് അല്ലെങ്കിൽ അതിൻ്റെ നൂല്, ഇതൊക്കെ ചോദിക്കുമ്പോൾ ഈ കുട്ടികളിൽ തന്നെ തെറ്റായ ഒരു സന്ദേശം പകർന്നു നൽകാനല്ല ഇവരുടെ ഈ തുറന്നു പറച്ചിലിടെ. അതിൻ്റെ കുഴപ്പം എന്താണെന്നറിയാമോ? ഈ കൊച്ചു കുട്ടികൾ അവർ ശുദ്ധഗതിക്കാരല്ലേ. അച്ഛനോടും അമ്മയോടും ദേഷ്യം ഉണ്ടെങ്കിൽ വീട്ടിൽ മാതാപിതാക്കൾക്കെതിരെ കൂടോത്രം ചെയ്യാൻ പിള്ളേർ ഇങ്ങനൊരു വഴിയുണ്ടെങ്കിൽ സുധാകരൻ ചേട്ടൻ പറഞ്ഞു കൂടോത്രം നല്ല ഏർപ്പാടാണെന്ന്. ഒരു ദുർമന്ത്രവാദിയെ ഇപ്പോൾ എനിക്ക് അച്ഛനെ അമ്മയെ നശിപ്പിക്കണം, ഒരു കൂടോത്രം ചെയ്തു തരുമോ എന്ന് ചോദിക്കാൻ മക്കളുണ്ടാവും. അതെ, ഇതല്ലേ ഇത്. സത്യത്തിൽ ഇത് വിദ്യാഭ്യാസം ചെയ്ത ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധികളാണോ ഇവർ? ഇത് ഇവർക്ക് സ്വകാര്യമായി എന്തോ വിശ്വസിച്ചോട്ടെ, നമുക്ക് യാതൊരു ബോധരക്ഷണില്ല. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളെപ്പറ്റി ഇവ പരസ്യമായി പറയുകയും ന്യായീകരിക്കുകയും ചെയ്യുക വഴി നൽകുന്ന സന്ദേശം വളരെ മോശമാണ്. ഇപ്പോൾ സാറ് പറയുന്ന പോലെ ഇവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ കണ്ണൂരിലേക്ക് കാസർഗോട്ടേക്ക് MP സ്ഥാനം രാജിവെച്ചിട്ട് എനിക്ക് കൂടോത്രമൊന്നും പേടിയില്ലാതെ പറഞ്ഞിട്ട് ആദ്യം മുതൽ മത്സരിച്ച് വരട്ടെ അല്ലേ? അതെ, ഇത് CPM-ൻ്റെ നേതാക്കൾ ആയിരുന്നു ആവശ്യപ്പെടേണ്ടത്. സുധാകരനെ തോൽപ്പിച്ച MP ജയരാജൻ ഈ കാര്യം ഉന്നയിച്ച് സുധാകരൻ ഉടൻ രാജിവെക്കണമെന്ന് പറയുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം ഇത്തിരി വെളിവുള്ള ഒരു നേതാവാണ് MP ജയരാജൻ. അദ്ദേഹം എന്തുകൊണ്ട് ഈ വിഷയം ടച്ച് ചെയ്യുന്നില്ല? അതുപോലെ കാസർഗോട്ട് മത്സരിച്ച BJP സ്ഥാനാർത്ഥിയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയും ഉണ്ട്. ഉണ്ണിത്താൻ രാജിവെക്കണം, ഉണ്ണിത്താൻ ഈ പറയുന്നത് തെറ്റ് എന്ന് പറയാൻ അവരും മുന്നോട്ട് വരുന്നില്ല. ഇവർക്കൊക്കെ എന്തോ ഭയമുണ്ട്. ജനങ്ങളൊക്കെ ഇത് വിശ്വസിക്കുന്നു, എന്നാൽ പിന്നെ നമുക്കും ഉണ്ടായിരുന്നുകളെ എന്ന തെറ്റിദ്ധാരണയാണ്. അങ്ങനെയൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ജനങ്ങളിത് മറിച്ച് പറയാത്തിടത്തോളം കാലം അങ്ങനെ വിശ്വസിക്കാൻ നിർബന്ധിതരായി പോകും. ജനങ്ങൾ പാവങ്ങളാണ്. മാവോസേതും പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ പാവങ്ങളാണ്, അവരെ എങ്ങോട്ടും എങ്ങനെയും നയിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള നേതാക്കളാണ് നമുക്ക് നാളെ നയിക്കാൻ വരുന്നതെങ്കിൽ നമ്മൾ നടന്ന് ഏത് പാതാളക്കുഴിയിലായിരിക്കും എത്തുക. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ തുടർച്ചയെന്നൊക്കെയുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.